ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നീറ്റ് അല്ലെങ്കിൽ ജെഇ എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും അതിന്റെ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിരിക്കുക. നീറ്റ് 2023 വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ വെഹിക്കിൾ ട്രാവൽസ് half of the distance with a speed v and the remaining distance with a speed 2v. Its average speed. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം, ചോദിച്ചിരിക്കുന്നത് ആവറേജ് സ്പീഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഇനിയും ആ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് വി ആൻഡ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ അവിടെ ഈക്വൽ ഡിസ്റ്റൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ്, ക്വസ്റ്റ്യനിലേക്ക് എപ്പോഴും ഒരു വിദ്യാർത്ഥി ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം ആ കോൺസെപ്റ്റ് പെട്ടെന്നൊന്ന് നോക്കി വരാം. ആവറേജ് സ്പീഡിന്റെ കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായി. എന്താണ് മക്കളെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. നോക്കൂ, x1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം t1 ആണ്, x2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം t2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഡിസ്റ്റൻസ് x1 പ്ലസ് x2 ആണ്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് t1 പ്ലസ് t2 ആണ്. ഇത് ആവറേജ് സ്പീഡിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഇക്വേഷൻസ് 100% നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഈ ഇക്വേഷൻ അറിയാതെ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾക്ക് ഇതിന്റെ കീ കൺസെപ്റ്റിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക, ഡെറിവേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ആവറേജ് സ്പീഡാണ് വേണ്ടത്. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എടുത്തു, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇനി ക്വസ്റ്റ്യനകത്ത് അവർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്, ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് പോകുന്ന സ്പീഡ് വി ആണ്, റിമൈനിങ് ഡിസ്റ്റൻസ്, അപ്പൊ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഹാഫ് ആണ്. അപ്പൊ ആദ്യത്തെ ഡിസ്റ്റൻസും രണ്ടാമത്തെ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് നമുക്ക് അവർ പറഞ്ഞു തന്നു. അപ്പൊ നമ്മളിപ്പോ കണ്ട കോൺസെപ്റ്റിൽ എന്തായിരുന്നു? ഫസ്റ്റ് ഡിസ്റ്റൻസ് x1 ആയിരുന്നു, സെക്കൻഡ് ഡിസ്റ്റൻസ് x2 ആയിരുന്നു. അവര് രണ്ടുപേരും ഈക്വൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x ആണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാമല്ലോ. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമ്മളൊരു ഹെഡിങ് കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്കാണ് ഞാൻ ഈ ഇക്വേഷനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യനകത്ത് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാണോ? ക്വസ്റ്റ്യൻസിനകത്ത് നമ്മളോട് അവർ പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് നെക്സ്റ്റ് ഹാഫ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് അവർ പ്രോപ്പർ ആയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞു. അതുപോലെ സ്പീഡും അവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ v ആണെന്നും നെക്സ്റ്റ് ഹാഫിൽ 2v ആണെന്നും അവർ പ്രോപ്പർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷനിലേക്ക് വന്നാൽ ഡിസ്റ്റൻസ് ഇക്വേഷനകത്തുണ്ട്, അത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പക്ഷെ ടൈം ഇക്വേഷനകത്തുണ്ട്, ടൈമിനെ പറ്റി യാതൊരു കാര്യവും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഈ ടൈം എന്ന് പറഞ്ഞ ആളെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ x1 x2 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x എന്ന് എടുത്തു. സോ രണ്ടിന് ഞാൻ x എന്ന് കൊടുത്ത് ന്യൂമറേറ്ററിൽ ഇവരുടെ സമ്മ് നമുക്ക് 2x എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ ഇവരുടെ സമ്മ് 2x എന്ന് കിട്ടും. ഇനി ടൈം ആണല്ലോ റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ അവിടുന്ന് ടൈം ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് റീപ്ലേസ് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ. അപ്പൊ ആദ്യത്തെ ടൈം t1നെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് ഞാൻ റീപ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ടൈം t2നെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് v2 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? x ബൈ v1 എത്ര ആയിരുന്നു? v1 നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്, x v2 നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ ഷോർട്ട് കട്ട് ഇക്വേഷൻ, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡ് കാണാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ആണ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. x പ്ലസ് x 2x ആണ്. ഇവിടുന്ന് x എടുത്ത് കോമൺ ആയിട്ട് കട്ട് ചെയ്തു, ഒരു 2 മോളിൽ കിടപ്പുണ്ട്. ഇവിടെ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 എന്ന് വരും. v2 v1 ബൈ v1 v2 v1 v2 മോളിൽ പോയി. അങ്ങനെ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ആണ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. അപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായല്ലോ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് മനസ്സിലായി ആവറേജ് സ്പീഡിന്റെ കോൺസെപ്റ്റിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ എന്താ? 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആണെന്ന് എനിക്ക് മനസ്സിലായി. ആവറേജ് സ്പീഡിന്റെ കോൺസെപ്റ്റിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് 2v1 v2 ബൈ v1 പ്ലസ് v2. സോ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2 ഇൻറ്റു v1 ഫസ്റ്റ് സ്പീഡ് എത്രയാ? അത് v ആണ്. സെക്കൻഡ് സ്പീഡ് എത്രയാ മക്കളെ? സെക്കൻഡ് സ്പീഡ് അത് 2v ആണ്. ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. v1 v ആണ്, v2 എന്ന് പറയുന്നത് 2v ആണ്. സോ v പ്ലസ് 2v, v പ്ലസ് 2v. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 2 4
വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2v plus v that is equal to 3v. ഇവിടുന്ന് ഒരു വിയും വിയും കട്ട് ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ ഈസ് 4v ഡിവൈഡഡ് ബൈ 3. വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാം. ഓപ്ഷൻ 3. ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.